നമസ്കാരം. ഭൂമികയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാനിലയും കുങ്കുമപ്പൂവും കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വില കൂടിയ സുഗന്ധവ്യഞ്ജനമാണ് ഏലം. മികച്ച ലാഭം തരുമെങ്കിലും കൃത്യമായിട്ടുള്ള പരിചരണവും ശാസ്ത്രീയമായിട്ടുള്ള അറിവും ഉണ്ടെങ്കിൽ മാത്രമേ ഏലകൃഷിയിൽ വിജയം കൈവരിക്കാൻ സാധിക്കൂ. കണ്ണൂർ ജില്ലയുടെ മലയോര ഗ്രാമമായ താബോറിൽ ഏലകൃഷിയിൽ ഒരു പരീക്ഷണത്തിന് ഒരുങ്ങുന്ന ജോസേട്ടന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഭൂമികയിൽ. ഈ ഏലം കൃഷിയെ കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ജോസേട്ടനോട് തന്നെ ചോദിച്ചറിയാം. ഏലം കൃഷി ഞാൻ ആദ്യമായിട്ട് വിജയസാധ്യത അന്വേഷിച്ച് പരീക്ഷിക്കുമായിരുന്നു. 2 വർഷത്തിനടുത്തായതേ ഉള്ളൂ. ആദ്യമേ കുറച്ച് തൈകൾ നട്ടു. അതിനുശേഷം അതിൽ നിന്ന് തൈകൾ ഉണ്ടായിട്ട് പിറ്റേ വർഷമാണ്, കഴിഞ്ഞ വർഷമാണ് കൂടുതലായിട്ട് ഒരു 100-300ഓളം തൈകൾ ഇപ്പം വെച്ചിട്ടുണ്ട്. അതിൻ്റെ ശരിക്കും ഉള്ള പണിക്കുറവുകളൊന്നും തീർത്തു പോകാനാവുന്നില്ല. കാരണം അത് സാമ്പത്തിക ഒരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. എനിക്ക് 4.25 ഏക്കർ സ്ഥലമുണ്ട്. പക്ഷെ ഇതെല്ലാം കാടെല്ലാം തെളിച്ച് ഓരോ പണിക്കൂലിയെല്ലാം കൊടുത്തു വരുമ്പോഴേക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ്. അതിനുള്ള വരുമാനം ഏലത്തിൽ നിന്നും ആയിട്ടില്ല. ഏലം കൃഷിക്ക് ഒത്തിരി പണികളുണ്ട്. സമയത്ത് നോക്കി ചെയ്താൽ അതിന് മഴക്കാലം വരുമ്പോഴേക്ക് കാലവർഷത്തിൻ്റെ ആരംഭത്തിന് ചാണകപ്പൊടി ചുറ്റിലുവിട്ടിട്ട് മണ്ണ് കിളച്ച് കോരി ആ ചാണകപ്പൊടി മൂടിക്കണം. കാടെല്ലാം വൃത്തിയായിട്ട് തെളിക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് നോക്കി നിൽക്കുമ്പോൾ വളരുന്ന ഒരു ചെടിയാണ് ഏലം. അതുപോലെ വരുമാനവും കിട്ടും. പക്ഷേ ഞാനിതൊരു പുതിയ പരീക്ഷണ ഘട്ടമാണ്. എനിക്കിതിൻ്റെ വരുമാനമൊന്നും ശരിക്കും അറിയത്തില്ല. പക്ഷേ കാലാവസ്ഥയും അതിൻ്റെ അന്തരീക്ഷമൊക്കെ നോക്കുമ്പോൾ ഇവിടെ നന്നായിട്ട് വിജയിക്കുമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ 2 വർഷം മുമ്പ് ഇങ്ങനെ മനസ്സിൽ താല്പര്യം കയറി പണി ആരംഭിച്ചതാണ്. അത് വിജയിക്കുന്നുണ്ട്. ഇതിനു വേണ്ടിയിട്ടുള്ള നടീൽ വസ്തുക്കൾ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? നടീൽ വസ്തുക്കൾ അത് നമുക്ക് തൈ കാണുമ്പോൾ അറിയാം. ഒത്തിരി പ്രായം ചെന്ന തൈ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി കുറേ നഷ്ടപ്പെട്ടു പോകും. പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ വൃക്ഷത്തിൽ ചെറിയ വിത്തുകളിങ്ങനെ പൊട്ടി മുളയ്ക്കും തൈയിൽ നിന്ന്. അതിൻ്റെ അടിയിൽ തന്നെ ചെറിയ ഇതാണ്. അത് മണ്ണിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ലേശം വളവും കൂടെ തൂളിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ചാടിക്കറി വരും. അത് തൈ കാണുമ്പോൾ അറിയാം. നമുക്കത് പറഞ്ഞത് ധരിപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. വലിയ പ്രായമുള്ള ചെടിയാണെങ്കിൽ കുറച്ച് പോവും, നഷ്ടപ്പെടും. ഏത് മാസങ്ങളിലാണ് ഇതിൻ്റെ കൃഷി ആരംഭിക്കുന്നത്? അതുപോലെ ഇത് വിളവെടുക്കാൻ എടുക്കുന്ന ഒരു കാലയളവ് എത്രയാണ്? കൃഷി ആരംഭിക്കുന്നത് കാലവർഷത്തിൻ്റെ ആരംഭത്തിലാണ്. മെയ് മാസം അവസാനത്തോടുകൂടി മഴക്കാലം തുടങ്ങും. ആ സമയത്ത് കുഴികളെല്ലാം കുഴിച്ചിട്ട് കുറച്ച് ചാണകപ്പൊടി ആ കുഴിക്കകത്ത് വിതറുക. അതിനുശേഷം തൈ കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒന്നും നശിച്ചു പോകാതെ കയറി വരും. അത് 1 വർഷം കഴിയാൻ നന്നായിട്ടൊരു 1 വർഷം കാലാവധി ആകുമ്പോഴേക്കും അതിന് കായ്ക്കാനുള്ള ഇതാവുള്ളൂ. അപ്പോഴേക്കും അതിൻ്റെ ചുവട്ടിലെല്ലാം 10-20 മൂട് തൈകളായി കഴിയും. പിന്നെ ക്രമത്തിന് പണിയും കൂടെ എടുക്കുകയാണെന്ന രീതിയിൽ ആ 1 വർഷം ആകുമ്പോഴേക്ക് ഇതിന് പൂവിട്ട് കായ്ക്കാൻ തുടങ്ങും. അതൊരു പൂവിട്ട് കഴിഞ്ഞാൽ 2-3 മാസം കൊണ്ട് എനിക്ക് ശരിക്കും വിളവെടുപ്പിൻ്റെ കാലാവധി ശരിക്കും അറിയത്തില്ല. പൂത്ത് കഴിഞ്ഞാൽ പിന്നെ 2-3 മാസം കൊണ്ട് കായാവുന്നത് തോന്നും. മഴക്കാലം തീരാറാകുമ്പോഴേക്ക് കാ പറിക്കേണ്ട സമയമാവും. അതുപോലെ ഇതിൻ്റെ വളപ്രയോഗ രീതികൾ ഏതൊക്കെയാണ്? ഏത് തരത്തിലുള്ള വളമാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? കാലിവളം ഉണങ്ങിയത് പൊടിയായിട്ട് നമുക്കതിന് കുറച്ച് തൂളാം. അതിന് ചുറ്റിലും തൂളിക്കഴിഞ്ഞിട്ട് കുറച്ച് മണ്ണെടുത്തിട്ട് ചുറ്റിലും ഇടണം, അല്ലെങ്കിൽ ഒഴുകി പോകാതിരിക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ 1-ാം ഘട്ടം പണിയും പൂർത്തിയായി. ചുവട്ടിൽ കാടുകളെല്ലാം പറിച്ച് കളഞ്ഞിട്ട് ചാണകപ്പൊടി കാലിവളം തൂളുക, ഉണങ്ങിയ അതിന് ശേഷം മണ്ണിടുക. അപ്പോഴേക്കും മഴക്കാലത്തിൻ്റെ മുമ്പുള്ള പണികളെല്ലാം തീരും.
അതുപോലെ തന്നെ ഏലം കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥ ഏത് രീതിയിലുള്ളൊരു കാലാവസ്ഥയാണ് അനുയോജ്യമായിട്ടുള്ളത്? കാലാവസ്ഥ താബോർ പോലെയുള്ള പ്രദേശങ്ങളിൽ ചൂട് പൊതുവേ കുറവാണ് മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച്. അപ്പോൾ പ്രത്യേകിച്ച് വടക്കോട്ട് ചെരിഞ്ഞു കിടക്കുന്ന ഭൂമിക്ക് വെയിലടിക്കുന്നത് വളരെ കുറയും, ചൂടും കുറയും. ഇതിന് ഒരു വെയിൽ കുറഞ്ഞ പ്രദേശമായിരിക്കും, വെയിൽ കുറഞ്ഞ തണുപ്പും കൂടുതലും. അപ്പം നമ്മൾ കേരളത്തിൽ സാധാരണ ഇടുക്കി ആ ഭാഗത്തൊക്കെയാണ് കൂടുതൽ. അവിടെ ഈ പറഞ്ഞ പോലെ കാലാവസ്ഥയാണ്. അതുപോലെയുള്ളൊരു കാലാവസ്ഥയാണ് താബോർ. ഒരു ഊട്ടി കൊടൈക്കനാൽ പോലെയുള്ള ഒരു സുഖവാസ കേന്ദ്രമാണെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ഈ ചെടികൾക്ക് ഞാൻ ഏലം കൃഷി തുടങ്ങിയിട്ട് 1 കൊല്ലം കഴിഞ്ഞു, 2 കൊല്ലത്തിനടുത്തായി കുറച്ച്. എന്നിട്ട് പോലും ഞാൻ ഇതുവരെ അത് നനയ്ക്കാനൊന്നും തുടങ്ങിയില്ല. കാരണം അതിനുള്ള സാഹചര്യങ്ങൾ എനിക്ക് ഒത്തു വന്നില്ല, അനുകൂലമായൊരു സാഹചര്യം വന്നില്ല. വെള്ളം ഇഷ്ടം പോലെ ഉണ്ട്, എങ്കിൽ പോലും ചെടികൾക്കൊന്നും അങ്ങനെ ചൂട് ബാധിച്ചിട്ടില്ല, നന്നായിട്ട് വളരുന്നുണ്ട്. ഇനി നമുക്ക് ജോസേട്ടൻ്റെ പറമ്പ് നോക്കിയാൽ മനസ്സിലാവും, ഏലം മാത്രമല്ല ഒട്ടനവധി മറ്റ് കൃഷികളും കാണുന്നുണ്ട്. നമുക്ക് കൊക്കോ ഉണ്ട്, അതുപോലെ തന്നെ കാപ്പി, അങ്ങനെ കൃഷി ഒരു ജീവിതചര്യയാക്കി മാറ്റിയ ഒരു രീതി തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം എപ്പോഴാണ് ഈ ഒരു കൃഷിയിലേക്ക് ഒരു താല്പര്യം തുടങ്ങിയത്? ഇപ്പോൾ ജോലി ചെയ്യാമെന്ന് പറഞ്ഞു, പോസ്റ്റ് മാസ്റ്ററായിട്ട് ജോലി ചെയ്യായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അതിന് ശേഷമുള്ള ഒരു വിശ്രമ വേളകളിലാണോ കൃഷി ഒരു ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നത്? ഞാൻ കൃഷി തുടങ്ങിയിട്ട് ഇവിടെ ഈ പ്രദേശം ഈ സ്ഥലമൊക്കെ എടുത്തത് 91-ലാണ്, 1991. അപ്പം ഞാൻ 3 വർഷമായിട്ട് റിട്ടയർഡായി. പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ്മാനായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു താബോറിൽ തന്നെ. 43 വർഷം താബോറിൽ തന്നെ പോസ്റ്റ്മാനായിട്ട് വർക്ക് ചെയ്തു. തുടക്കത്തിൽ വരെ ഈ ഓഫീസിൽ കയറി റിട്ടയർഡായതും 65-ാമത്തെ വയസ്സിലാണ് ഞങ്ങൾ റിട്ടയർഡാകുന്നത്. ഞങ്ങൾ ED-ക്കാരെന്ന് പറയും. പോസ്റ്റ്മാൻ്റെ തസ്തികയിലേക്ക് ഞങ്ങൾക്ക് ആനുകൂല്യങ്ങളൊന്നും കിട്ടുകയില്ല, പെൻഷനും അതുപോലെ ഒന്നും കിട്ടില്ല. പിരിയുമ്പോൾ കുറച്ച് പ്രോവിഡൻറ്റ് ഫണ്ടും എല്ലാം കൂടെ കുട്ടി ഒരു 2-3 ലക്ഷത്തിൽ താഴെ ഒരു തുക കിട്ടും. അതിന് ശേഷം ഒരു പെൻഷനും ഞങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ ആ കാലഘട്ടം മുതൽ തന്നെ എനിക്കൊരു കൃഷിയോട് താല്പര്യം ഉണ്ടായിരുന്നു. ഈ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ ഞങ്ങൾക്ക് 5 മണിക്കൂറാണ് മിനിമം വർക്ക് ചെയ്യേണ്ടത് ഓഫീസിൽ. 5 മണിക്കൂർ എന്ന് പറഞ്ഞാലും നമ്മൾ പണി തീരുന്നതാണ് കണക്ക്. 6-7 മണിക്കൂറൊക്കെ വർക്ക് ചെയ്യും, ബാക്കിയുള്ളത് പിറ്റേ ദിവസമൊക്കെ കൊടുക്കും. അങ്ങനെ ഈ ഇന്നത്തെ പോലെയുള്ള ഒരു ഫോൺ സംവിധാനം, മൊബൈലൊന്നും അന്നും ഉണ്ടാവില്ല. അന്ന് പോസ്റ്റ്മാൻ തന്നെയാണ് പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ഈ എഴുത്തുകൾ കൊണ്ട് കൊടുക്കലും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഒരു മാധ്യമം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അതുകൊണ്ട് എനിക്ക് അന്ന് മുതൽ കൃഷിയുടെ താല്പര്യം ഉണ്ടായിരുന്നു. ഇവിടെ വന്നു കൃഷി പണി ഇടയ്ക്ക് തുടങ്ങും. അന്നൊക്കെ കുറച്ചുകൂടെ സാമ്പത്തികം ഉണ്ടായിരുന്നു, കാരണം പറമ്പിൽ നിന്ന്, കൃഷിയിൽ നിന്ന്, റബ്ബറിൽ നിന്നൊക്കെ കുറച്ച് വരുമാനം കിട്ടുമായിരുന്നു. അങ്ങനെ പോയിട്ട് കാർഷിക മേഖല കുറച്ച് തളർച്ച ബാധിച്ചു. എങ്കിലും ഞാൻ കുറേ കഠിനാധ്വാനം ചെയ്യും. ഈ ഓഫീസ് വർക്കിന് ശേഷം വന്നിട്ടുള്ള സമയം രാവിലെയും വൈകുന്നേരവും ഒക്കെ കുറച്ച് ചെയ്യും. അങ്ങനെ കൊക്കോ വെക്കും, റബ്ബറുണ്ട്, വാഴയുണ്ട്, കാപ്പിയുണ്ട്. അവസാനമാണ് ഏലം കൃഷിയിലേക്ക് തുടങ്ങുന്നത്. അപ്പോൾ ഏലം കൃഷി ഒരു വെറൈറ്റി കൃഷി ഞാൻ തിരഞ്ഞെടുക്കുകയായിരുന്നു. തെങ്ങും കമുകും റബ്ബറും ഒക്കെ ഞങ്ങളുടെ തലയിലുണ്ടായിരുന്നു. ഒന്ന് മാറി ചിന്തിക്കാൻ വേണ്ടി ഞാൻ ഏലം കൃഷി തുടങ്ങിയതാണ്. അതിപ്പം ഒരു വിജയമായിട്ട് എനിക്ക് തോന്നുന്നു. ഈ കൃഷി വിജയിക്കുകയാണെങ്കിൽ അനേകം കർഷകർക്ക് ഈ പ്രദേശങ്ങളിൽ അതൊരു കൃഷി അനുകരിക്കാനായിട്ട് സാധിക്കുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഞാനിത് തിരഞ്ഞെടുത്തത്. ഏതൊരു കൃഷിയാണെങ്കിലും നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ കീടബാധയൊക്കെ തടയുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഏലത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഏത് രീതിയിലുള്ള പ്രതിരോധ സംവിധാനങ്ങളാണ് ഈ കീടബാധയൊക്കെ തടയാൻ വേണ്ടിയിട്ട് സ്വീകരിക്കുന്നത്? കീടബാധ ഉണ്ട്, പക്ഷെ ഞാനതൊന്നും ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഈ തണ്ട് പിറക്കുമ്പോഴും വന്നൊരു ഇതുണ്ട്. അതിൻ്റെ തണ്ടിൻ്റെ തുരന്നിട്ട് ചെറിയൊരു ദ്വാരം ഉണ്ടാകും. അപ്പോൾ ആ ചെടി നമുക്ക് കാണുമ്പോഴേ അറിയാം അതിന് പഴുപ്പ് ബാധിക്കും. ആ ചെടിക്ക് കേടുണ്ടെന്ന് നമുക്ക് അകലെ നോക്കുമ്പോഴേ അറിയാം. അടുത്ത് നിന്ന് നിരീക്ഷിച്ച് കഴിയുമ്പോഴേക്കും 1-2 തുള കാണും ആ ചെടി തണ്ടിൽ. അപ്പോൾ അത് വളരെ കുറവായിട്ടാണ് കാണുന്നില്ല. മരുന്നിന് പ്രയോഗങ്ങളിൽ നിന്ന് ഞാൻ തുടങ്ങിയിട്ടില്ല. ഈ ഒരു മേഖലയിൽ ഏറ്റവും കൂടുതൽ നേരിടുന്നൊരു വെല്ലുവിളി എന്താണ്? വെല്ലുവിളി എന്ന് പറയുമ്പോൾ നമുക്ക് പണിക്ക് മൂലധനത്തിൻ്റെ കുറവുണ്ട് നന്നായിട്ട്.
ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കാട് തെളിക്കാൻ പോലും സമയത്താകുന്നില്ല, വളപ്രയോഗം ശരിക്കും സമയത്താകുന്നില്ല, നനയ്ക്കൽ അത് വേനൽക്കാലത്ത് അത്യാവശ്യമാണ്. വെള്ളം ഇഷ്ടംപോലെ പറമ്പിലുണ്ട്, എന്നെപ്പോലും അത് ക്രമീകരിച്ച് ചെയ്യുവാനായിട്ട് കൂലിക്ക് ആളെ നിർത്താനൊന്നും പറ്റുന്നില്ല. പൈസ മുടക്കം വരും. അതെല്ലാം ഞാൻ തന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തൊഴിലാളികളുടെ ക്ഷാമം ഉണ്ടാവും. തൊഴിലാളികൾക്ക് ക്ഷാമമില്ല. തൊഴിലാളികൾക്ക് ഉള്ള വേതനത്തിനുള്ള വരുമാനം കൃഷി തുടക്കമൊക്കെ ആയതുകൊണ്ട് കുറവാണ്. പരിമിതികളുണ്ട്. മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് താവൂരിൽ വരുമാനങ്ങൾക്ക് ഇച്ചിരി കുറവുണ്ട്. റബ്ബറിനാണേലും കുറവുണ്ട്. കമുവും കൃഷി കാർഷിക മേഖലയിൽ വിപണി കണ്ടുപിടിക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അല്ലേ? വിപണി ഇതിപ്പോൾ ഏലം കൃഷിയുടെ വിപണിയെ സംബന്ധിച്ച് അത് ഇപ്പം മലപ്പുറത്തും അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ളൂ. പിന്നെ അതിപ്പം കൂടുതൽ കൃഷി ആകാത്തതുകൊണ്ടായ ബിസിനസ് കൂടെ കുറയുന്നത്. ഇടുക്കി പോലെയുള്ള പ്രദേശങ്ങളിൽ ഈ വിളവ് ഇഷ്ടംപോലെ കൃഷിക്കാർക്കുള്ളത് കൊണ്ട് അത് പ്രശ്നമില്ല. ഇതിപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ ആദ്യത്തെ വിളവെടുപ്പിന് എനിക്ക് ഈ ചെറുപുഴയൊക്കെ മേലെ പോയിട്ട് നോക്കിയിട്ട് ആർക്കും വേണ്ട സാധനം. അവർക്ക് ഈ പാക്കറ്റ് സാധനം, ലേബലുള്ള സാധനം മേടിച്ച് വിൽക്കുള്ളൂ. നമ്മൾ കൊണ്ടുപോയി 1/2 കിലോ 1 കിലോ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ ഇത് വേണ്ട, അതിന് മാർക്കറ്റില്ല. അങ്ങനെ പല അനുഭവങ്ങളും എനിക്കുണ്ട്. ഈ പാഷൻ ബൂട്ട് പോലെ അത് ഒറിജിനൽ സാധനം കൊണ്ട് കൊടുത്തിട്ടും വേണ്ടാന്ന് പറഞ്ഞു. കാരണം ഞങ്ങൾ ഈ ലേബലൊട്ടിച്ച കമ്പനിയുടെ മാത്രമേ എടുക്കുള്ളൂ. കൃഷിക്കാരിൽ നിന്ന് നേരിട്ട് ഇറക്കെടുക്കുന്ന ഇഷ്ടമില്ല. അതുപോലെ തന്നെ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ ഈ കൃഷി മേഖലയിൽ ഓരോരുത്തർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഏലം കൃഷിയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന പുതിയതായിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുന്നൊരു ഉപദേശം എന്തായിരിക്കും സാറിൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന്? നമ്മൾ ധാരാളം മനുഷ്യർ ഈ പ്രദേശങ്ങളിൽ കൃഷി ചെയ്യാൻ അനുയോജ്യമായ കാലാവസ്ഥയും പറമ്പുകളുമുണ്ട്. പക്ഷെ മനുഷ്യർ പുതിയൊരു കൃഷിയിലേക്ക് താല്പര്യം കാണിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുൻകാല അനുഭവങ്ങൾ അവർ കാർഷിക മേഖലയിൽ ഒരു പരാജയമാണെന്ന് ഒരു മുദ്ര കുത്തി വിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലുള്ള ധാരാളം കർഷകർ കൃഷിയെല്ലാം ഉപേക്ഷിച്ച് കിട്ടുന്ന വിലയ്ക്ക് സ്ഥലവും വിറ്റ് സൗകര്യമുള്ള സ്ഥലങ്ങളിലേക്ക് ഇറങ്ങിപ്പോവുക. അപ്പോൾ എനിക്ക് സന്തോഷപ്രദമായ ഒരു അനുഭവമാണ് കൃഷി വരുമാനത്തേക്കാൾ കൂടുതൽ നമുക്ക് മാനസികമായ ഒരു സന്തോഷവും സംതൃപ്തിയും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലത്തേനും ബുദ്ധിമുട്ട് വരുന്നത് സാമ്പത്തിക പ്രതിസന്ധിയാണ്. പണിയെടുപ്പിക്കുവാൻ ക്രമത്തിന് സമയാസമയങ്ങളിൽ കാലാകാലങ്ങളിൽ അത് പണിയെടുത്ത് മുന്നോട്ട് പോകാനാവാത്തൊരു സ്ഥിതി വിശേഷമുണ്ട്. അത് സാമ്പത്തിക പ്രതിസന്ധിയാണ്. പക്ഷെ അതൊന്നും പ്രശ്നമാകുന്നില്ല. പരിശ്രമിച്ചാൽ നമ്മളുള്ള പരിപാടികളൊക്കെ വിജയിക്കും. കാർഷിക മേഖല ഞാൻ ഉപേക്ഷിച്ച് പോകാൻ ആഗ്രഹിക്കുന്നേ ഇല്ല. കാരണം നമുക്ക് കുറച്ച് പൈസ ആവശ്യമനുസരിച്ച് പിള്ളേർ നോക്കിയിരിക്കുന്നത് തരുന്നുണ്ട്. പക്ഷെ നമുക്ക് 10,000 രൂപ പിള്ളേരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നേക്കാളും സുഖമുണ്ട് നമ്മളെ കൃഷിഭൂമിയിൽ നിന്ന് 1,000 രൂപ വരുമാനം നമ്മൾ പണിതെടുത്തുണ്ടാക്കുന്നു. അപ്പോൾ അത്രയൊരു സന്തോഷം നമുക്ക് വരുമാനത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ചെറിയ രീതിയിൽ തുടങ്ങിയ ഈ ഒരു കൃഷി കുറച്ചും കൂടെ വിപുലീകരിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം അല്ലേ? ഈ ചെയ്തത് നന്നായിട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹം. മറ്റുള്ളവർ കാണുമ്പോൾ തന്നെ ഒരു ആകർഷണീയത വരണമെങ്കിൽ കുറവില്ലാതെ ആ പണികൾ മുന്നോട്ട് പോകണം. ഇപ്പോൾ ഒരു സാമ്പത്തിക പ്രതിസന്ധി നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. പണിയുടെ സമയത്ത് കാട് തെളിക്കാനോ വളവിടാനോ ഒന്നും പറ്റുന്നില്ല. സമയാസമയങ്ങളിൽ പണി ചെയ്യണം. പ്രതിരോധ മരുന്നുകൾ വേണ്ടി വന്നാൽ അതും ചെയ്യണം. എങ്കിലേ കൃഷി വിജയമാവുള്ളൂ. മറ്റുള്ളവർ ഇതിനെക്കുറിച്ച് ആകർഷിക്കണമെങ്കിൽ പാടില്ലാതെ പഴുതില്ലാതെ പണികൾ മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് മാറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ ഭൂമികയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് വിലയേറിയിട്ടുള്ള ഈ ഒരു കാര്യങ്ങളൊക്കെ പങ്കുവച്ചതിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ തുടർന്ന് അങ്ങോട്ടുള്ള കൃഷിയിലെ ഓരോ പരീക്ഷണത്തിനും എല്ലാവിധ ആശംസകളും അറിയിക്കും. അപ്പോൾ പുതിയൊരു അധ്യായവുമായിട്ട് ഭൂമികയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.